ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇഫ്താർ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കന് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇത്രയും കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനത് അവിടെ മിക്സീൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഫസ്റ്റ് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന ഈ ഇലകളും അതുപോലെ തന്നെ നമുക്ക് ആ പച്ചമുളകും നമുക്ക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റും അപാര ടേസ്റ്റാണ്. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിതിലോട്ട് നമ്മളെ കടലമാവും കൂടെയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. കടലമാവാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കടലമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശകലം മൈദാമാവും കൂടെയൊക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. നമുക്കൊരു ബൈൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കടലമാവും കൂടെ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ സവാള ഒന്ന് ചേർത്ത് കൊടുക്കാമേ. സവാള ഞാനൊരു മീഡിയം സൈസ് സവാള മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് നല്ല രീതിയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടത്, ഞാനത് ഇവിടെ കുറച്ച് ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. അതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഈർക്കിലാണെങ്കിലും മതിയേ. ഇതുപോലെ ഈ ഒരു എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ളത് എടുക്കുന്നത്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ടൂത്ത് പിക്കിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കണം. കണ്ടല്ലോ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മുഴുവനും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ കുറച്ച് നമ്മളെ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനോട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ മൈദാമാവിന് പകരമായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ മുട്ട എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മൈദാമാവ് എടുത്തത്. അപ്പോൾ ഞാൻ ശകലം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് മൈദാമാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത് നമ്മൾ ചിക്കൻ്റെ ആ ഒരു കൂട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു സേമിയയിലിട്ടിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. കണ്ടല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സേമിയ കിട്ടുന്നേ. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ചെടുക്കാം. കാണാനൊരു ഭംഗിക്ക് ആയിട്ടാണ് ഞാൻ അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് ഈ ഒരു പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കാണെങ്കിലും തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം പറയണം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.